എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാത്രയിലെ രസകരമായ ചില സംഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2014 ഞാൻ നടത്തിയ ജെറുസലേം ഇസ്രായേൽ യാത്രയിലെ മറ്റൊരു സംഭവകഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2-3 ദിവസം ഒരു ഹോട്ടലിൽ തന്നെ താമസിച്ചു. തൊട്ടടുത്ത ദിവസം എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഓൾഡ് സിറ്റി ഓഫ് ജെറുസലേം കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ സമീപത്തെത്തുമ്പോൾ തന്നെ പട്ടാൾക്കാർ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ ഒന്ന് ബസ്സിൽ അകത്ത് കയറിയെന്ന് ചെക്ക് ചെയ്യുകയും സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ബസ് പാർക്കിംഗ് പോയിന്റിലേക്ക് കടത്തി വിട്ടത്. ഇന്നും രാവിലെ ഞങ്ങളവിടെ എത്തിച്ചേർന്നതുകൊണ്ട് വലിയ തിരക്കില്ല. എന്നാൽ ഒരു 10-15 മിനിറ്റിനകം അവിടെ ജനനിബിഡമായി. ഞങ്ങൾക്ക് കയറേണ്ടത് മുസ്ലിം ക്വാർട്ടർ ഓഫ് ദ സിറ്റി, അതായത് ക്ലോസ് ടു ദ ലയൺ ഗേറ്റ് കടന്നുള്ള സ്ഥലത്ത്, ആ ഗേറ്റ് കടന്നാണ് ഞങ്ങൾക്ക് പ്രവേശിക്കേണ്ടത്. അവിടെയാണ് ചർച്ച് ഓഫ് സെൻറ് ആൻസ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അത് കടന്നു കഴിഞ്ഞാൽ ഉടനെ ബെത്സൈദ കുളം കാണാം. ബെത്സൈദ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഗോലാൻ കുന്നുകളിലുള്ള സീ ഓഫ് ഗലീലയുടെ സമീപത്തുള്ള ബെത്സൈദ, പിന്നെ ഇത് ഞങ്ങൾ കാണുന്നത് ബാത്തസ്ദ എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് ബെത്സൈദ കുളം. ഇത് മുസ്ലിം ക്വാർട്ടർ ഓഫ് ദ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുസ്ലിംസിൻ്റെ ഒരു ഏരിയ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് വന്നത്. അതായത് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ലയൺ ക്ലോസ് ടു ദ ലയൺസ് ഗേറ്റിന് സമീപമാണ്. ഈ ലയൺസ് ഗേറ്റ് ഞങ്ങൾക്ക് തുറന്ന് കിട്ടിയില്ല. അതിനാൽ ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലയൺസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഭീമാകാരമായ ഒരു ഗേറ്റാണ്. അപ്പോൾ ഇത് തുറന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതൊക്കെ കൃത്യസമയത്തേ തുറക്കത്തുള്ളൂ. അപ്പോൾ ഇത് തുറന്ന് ഞങ്ങളകത്ത് കയറി. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. നല്ല പൂച്ചെടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. എൻ്റെ വലതുവശത്താണ് ബെത്സൈദ കുളം. ആ കുളത്തിൻ്റെ അങ്ങ് താഴെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. കുളത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. തുടർന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഗാവുത്തായിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ അച്ഛന് പ്രാർത്ഥനകൾ ചൊല്ലി ഓരോ സ്ഥലത്തും നിന്നുകൊണ്ട് കുരിശിൻ്റെ വഴി കൃത്യമായി പ്രാർത്ഥനകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ഇത് അത്ര കാം ആൻഡ് ക്വയറ്റ് ഏരിയ ഒന്നുമല്ല. വളരെ അധികം ഓൾഡ് സിറ്റിയാണ്. വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇരുവശത്തും ഷോപ്പുകളുണ്ട്, ചെറിയ ഷോപ്പുകളുണ്ട്, വലിയ ഷോപ്പുകളുണ്ട്. അതിൻ്റെ മുകൾ വശത്തെ നിലകളിലൊക്കെയാണ് ഇവർ താമസിക്കുന്നതും. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ, ആ ഏരിയയിൽ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ വെച്ചുകൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ ഞാനൊരു 1-2 ഒരു കൊച്ചിനെ തൊട്ടു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വളരെ ഗൗരവത്തോടെ എൻ്റെ നേരെ ഇങ്ങനെ ചീറ്റി വന്നു. ഞാനും പേടിച്ചു പോയി. അപ്പം ഇതൊക്കെ അവിടുത്തെ ഒരു പ്രശ്നബാധിത സ്ഥലങ്ങളായതുകൊണ്ട് അവർക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും അവിടെ അനുവദനീയമല്ല. ഫോട്ടോ എടുക്കുക, കുട്ടികളെയൊക്കെ തൊടുക, ഇതൊക്കെ വളരെ കർക്കശമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ പ്രാർത്ഥന 14ാമത്തെ സ്ഥലവും കഴിഞ്ഞ് ഞങ്ങൾ കാൽവരിയിലെ ഗാവുത്തായിലേക്ക് പ്രവേശിച്ചു. അവിടെ ഈശോയുടെ കബറിടത്തിങ്കിലേക്കുള്ള ചെറിയൊരു കവാടമുണ്ട്. അത് തുറന്നിട്ടില്ല. ഞങ്ങൾ നേരത്തെ ക്യൂവിൽ നിന്നു. അതും കൃത്യസമയത്ത് തന്നെ ജൂയിഷാണ് കൺട്രോൾ ചെയ്യുന്നത്. പട്ടാൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ. ഗേറ്റ് തുറന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ, ശകലം കുനിഞ്ഞ് വേണം അകത്തോട്ട് കിടക്കാൻ, പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം കുരിശ് തറയ്ക്കപ്പെട്ട സ്ഥലം ഇതെല്ലാം സന്ദർശിച്ചു. അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അച്ഛന്മാരെല്ലാവരും കൂടെ മലയാളത്തിൽ കുർബാന ചെല്ലാനുള്ള സൗകര്യം കിട്ടി. അതിനായിട്ടൊരു ചാപ്പൽ തുറന്നു വന്നു. ആ ചാപ്പലിൽ ആഘോഷമായ പാട്ട് കുർബാന തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. അതിനുശേഷം പുറത്തേക്ക് ഈ ജൂയിഷ് അവിടെ ഇവിടെ തന്നെയാണ് ജൂയിഷ് ടെമ്പിൾ, ജൂയിഷിൻ്റെ പ്രാർത്ഥനാലയം ഇവിടെ തന്നെയാണ്. അവരുടെ സിനഗോഗുകൾക്ക് പറയൂല അവരുടെ പ്രാർത്ഥനാലയത്തിന്.
അവിടെ ഇങ്ങനെ ആടി ആടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അവരുടെ പാട്ടുകളൊക്കെ പാടി അവർ മതിലിനോട് വെസ്റ്റേൺ വാളിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഗ്രൂപ്പായിട്ടും ഉണ്ട്, പാട്ടൊക്കെ പാടി ഹാർമോണിയൊക്കെ ഈ എയർ ഹാർമോണിയൊക്കെ വായിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ അവർ പാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ 1-2 വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും എടുത്തു. അതിനുശേഷം വെസ്റ്റേൺ വാൾ ഏരിയയിലേക്ക് ഞങ്ങൾ കടന്നു. വലിയൊരു കോമ്പൗണ്ടാണ്, നിറച്ച് ജനക്കൂട്ടമുണ്ട്. ഈ വെസ്റ്റേൺ വാളിന് 2-3 പേരുകളുണ്ട്. പ്രേയിങ് വാള് അല്ലെങ്കിൽ വെയിലിംഗ് വാള്, നമ്മളൊക്കെ പറയുന്ന പോലെ വിലാപത്തിൻ്റെ മതിൽ എന്നും പറയും മലയാളത്തിൽ. അപ്പോൾ ഈ ജൂയിഷ് അവരുടെ വർഷിപ്പിന് ശേഷം ഇവിടെ ഈ മതിലിനോട് തല വെച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ അവിടെ വരുന്ന ജനങ്ങൾ മുഴുവൻ ഈ പ്രാർത്ഥന ഈ മതിലെ ചാരിയുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഈ വെസ്റ്റേൺ വാളിൻ്റെ മതിലിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ചെറിയ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ ആവശ്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു പേപ്പർ എനിക്കും ഞാനും പ്രാർത്ഥനയുടെ അവിടുന്ന് എടുത്തുകൊണ്ട് പോന്നു. ഹീബ്രു ആണെന്ന് എനിക്കറിയാം, എന്നാലും ഒരു ആൻസൈറ്റി അവിടുന്ന് ഒരു ചെറിയ പേപ്പർ കഷ്ണം എടുത്തുകൊണ്ട് പോന്നു. അത് ഒത്തിരി നാൾ എൻ്റെ കയ്യിൽ ഇരുന്നു. ഞാൻ ബൈബിളിൻ്റെ അകത്താണ്ട് വെച്ചിരുന്നതാണ്, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുമില്ല. അന്നൊക്കെ എനിക്ക് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിലും അത്ര ഫെമിലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് സഹായിക്കാതിരുന്നത്. ഇന്നായിരുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കിയെടുത്താനെ. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ വെസ്റ്റേൺ വാൾ ഏരിയയിൽ പട്ടാളക്കാരുടെ ഒരു വലിയ ബാഹുല്യം തന്നെയുണ്ട്. അതായത് ചെറുപ്പത്തിലെ തന്നെ അവർക്ക് നിർബന്ധിത പട്ടാളമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള യങ് ലേഡീസ് ആൻഡ് ജെൻസ് ആണ് പട്ടാളക്കാരാണ് അവിടെ കൂടുതലുള്ളത്. അവർ നല്ല യൂണിഫോമിൽ അവിടെ യൂണിഫോമിലാണ് നിൽക്കുന്നത്. അതുപോലെ അവർക്ക് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് അവർ വാച്ച് ചെയ്യുന്നുണ്ട് ജനങ്ങളെ. വളരെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് വെസ്റ്റേൺ വാള്. വെസ്റ്റേൺ വാളിൻ്റെ യഥാർത്ഥ നീളമെന്ന് പറയുന്ന 50 മീറ്റർ നീളമെങ്കിലും ഉണ്ട്. അതുപോലെ ഒരു 20 മീറ്റർ ഹൈറ്റ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ പടങ്ങളും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. 20 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം മണ്ണിനടിയിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മീറ്റർ ഹൈറ്റ് ആയിരിക്കുകയല്ല, അത് കൂടുതൽ ഹൈറ്റുണ്ട്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബസ് വന്ന് കിടപ്പുണ്ട്, പാർക്കിങ് ഞങ്ങളെ കയറ്റി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജൂയിഷ് ഫാമിലീസ് ഇങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നു. ഒരു കൂട്ടത്തിൽ തന്നെ 10-12 പേരുണ്ട്. അവർ കുട്ടികളെ ഇങ്ങനെ ഈ ആടിനെ മേയ്ക്കുന്ന പോലെ കൊണ്ടു നടക്കുവാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ മാക്സിമം പോപ്പുലേഷൻ ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ ഭരണകൂടം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് അവരിങ്ങനെ ഇതുപോലെ കുട്ടികളെ വളർത്തുന്നതും എല്ലാം. പണ്ട് ഇവരെയെല്ലാം കൊന്നൊടുക്കിയ ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ പോപ്പുലേഷനിലൊന്ന് കുറവ് അവർ നികത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. അവിടുന്ന് ശേഷം ഞങ്ങൾ ലഞ്ചിന് പോയി. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥന എടുക്കാനും അതെന്നാന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവം അവിടെ വെച്ചുണ്ടായി. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. താങ്ക് യു.